നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കരുത്. അവിശ്വാസിയായ മുസ്ലിമിന്റെ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ്. മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ KSRTC ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. സമുദായബോധം പൊതുനന്മ ലക്ഷ്യമാക്കണമെന്ന് മാർ തോമസ് തറയിൽ. സുൽത്താൻപേട്ട് രൂപതയുടെ 10ാം വാർഷികാഘോഷവും ദിവ്യകാരുണ്യ കോൺഗ്രസും ആഘോഷിച്ചു. US ക്യാമ്പസുകളിലെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം. ഹാർവാർഡിൽ പാലസ്തീൻ പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കരുതെന്നാവശ്യപ്പെട്ട് അവിശ്വാസിയായ മുസ്ലിം ഫയൽ ചെയ്ത ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ കേസിനായി പ്രത്യേക അഭിഭാഷകനെ ചുമതലപ്പെടുത്താൻ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ആലപ്പുഴ പനവള്ളി സ്വദേശിനിയും എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമായ സഫിയ PM നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. നിലവിൽ രാജ്യത്ത് മുസ്ലിമായി ജനിക്കുന്ന എല്ലാവർക്കും 1937 മുസ്ലിം വ്യക്തി നിയമമാണ് ബാധകം. മുസ്ലിം മതം ഉപേക്ഷിക്കുന്നവർക്ക് പോലും പാരമ്പര്യ സ്വത്തുക്കൾ ഭാഗം ചെയ്യുമ്പോൾ ഈ ശരീഅത്ത് നിയമമാണ് ബാധകമാകുന്നതെന്നും സഫിയയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ശരീഅത്ത് നിയമത്തിൽ ലിംഗസമത്വം ഇല്ലെന്നും സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ ഉൾപ്പെടെ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം ലഭിക്കുന്നില്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പെൺകുട്ടികൾക്ക് തുല്യ സ്വത്ത് ഉറപ്പാക്കുന്നതിന് ചില മുസ്ലിം ദമ്പതികൾ പുനർവിവാഹം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്നാണ് കേസിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. മതേതരമായ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം തനിക്ക് ബാധകമാക്കണമെന്നാണ് സഫിയയുടെ ആവശ്യം. ജൂലൈ 2ാം വാരം കേസിൽ വിശദവാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ KSRTC ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. KSRTC ഡ്രൈവർ യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. DTOയ്ക്ക് മുൻപാകെ ഹാജരായി വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSRTC MD ഗതാഗത മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് നടപടി. കഴിഞ്ഞ ദിവസം രാത്രി പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വാക്കേറ്റമുണ്ടായത്. മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. പ്ലാമോട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമാണ് മേയറുടെ പരാതി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കാർ ബസിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് മേയർക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പില്ലെന്ന നിലപാടിലാണ് പോലീസ്. അതിനിടെ KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് ആവർത്തിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. സിഗ്നലിൽ ബസ് നിർത്തിയപ്പോഴാണ് ഡ്രൈവറോട് ചോദിക്കാൻ ഇറങ്ങിയത്. സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ ക്ഷുഭിതനായി. ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു. ഡ്രൈവർ യദുവിനെ പിന്തുണച്ച് KSRTCയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട്. ഹൂതികൾ US ഡ്രോൺ വെടിവെച്ചിട്ടതായി റിപ്പോർട്ട്. UKയുടെ എണ്ണക്കപ്പൽ ലക്ഷ്യമാക്കിയുള്ള മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ ആൻഡ്രോമിഡ സ്റ്റാറിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികളുടെ സൈനിക വക്താവ് യഹ്യ സരി ഏറ്റെടുത്തു. കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും തടസ്സമില്ലാതെ യാത്ര തുടരുകയാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അമേരിക്കൻ സേനയുടെ MQ-9 എന്ന റീപ്പർ ഡ്രോൺ തകർത്തെന്ന യഹ്യയുടെ അവകാശവാദത്തോട് US സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ യമനിൽ US ഡ്രോൺ തകർന്നതായി അമേരിക്കൻ മാധ്യമമായ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഹൂതികൾ വെടിവെച്ചിട്ട 3ാമത്തെ US ഡ്രോണാണിത്. കഴിഞ്ഞ നവംബർ ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിനു മുമ്പ് ഡ്രോൺ തകർത്തത്. MV ആൻഡ്രോമിഡ സ്റ്റാർ എന്ന എണ്ണക്കപ്പലിന് നേരെ 2 തവണ ആക്രമണം നടന്നതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സ്ഥിരീകരിച്ചു. യമനിലെ അൽ മുഖയ്ക്ക് സമീപമാണ് ആൻഡ്രോമിഡ സ്റ്റാർ ആക്രമിക്കപ്പെട്ടത്. ആദ്യത്തെ സ്ഫോടനം കപ്പലിനടുത്തായിരുന്നു. തുടർന്ന് മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് കേടുപാട് സംഭവിച്ചു. ഏദൻ കടലിടുക്കിൽ ഇസ്രയേലി കപ്പൽ MSC ഡാർവിനെ ലക്ഷ്യമിട്ടെന്നും ഇസ്രയേൽ തുറമുഖ നഗരമായ എയ്ലാറ്റിൽ മിസൈലുകൾ തൊടുത്തെന്നും ഹൂതികൾ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. അതിനു മുമ്പ് US പതാകയുള്ള മേഴ്സക് യോർക്ക് ടൗണും ഇസ്രയേലുമായി ബന്ധമുള്ള MSC വൈരാക്രൂസും ആക്രമിച്ചു. കൂടുതൽ ആക്രമണം നടത്തുമെന്ന് ഹൂതി തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തി വ്യക്തമാക്കിയിരുന്നു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും പിന്മാറുമെന്നും അവർ വ്യക്തമാക്കി.
ജാവദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ച വിവാദം ശക്തമാക്കുന്നതിൽ BJPയിൽ ഒരു വിഭാഗത്തിന് അമർഷം. മറ്റു പാർട്ടിയിലെ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ പുറത്തുവരുന്നതിലാണ് അതൃപ്തി. ഓപ്പറേഷൻ ലോട്ടസിനുള്ള ശ്രമം കേരളത്തിലും തുടങ്ങിയിട്ട് നാളേറെയായെങ്കിലും പ്രമുഖരായ ആളുകളെ എത്തിക്കാനുള്ള ചർച്ചകൾ പുറത്തുവരുന്നതിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടെന്നാണ് ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസിലെയും CPMലെയും പല പ്രമുഖരും BJPയിൽ എത്തുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ശക്തമാണ്. വൻ തോക്കുകൾ എത്തുമെന്ന അവകാശവാദത്തിനിടെ അടുത്തിടെ എത്തിയത് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയുമായിരുന്നു. എന്നാൽ പാർട്ടിയിലേക്ക് വന്ന നേതാക്കളെക്കാൾ വലിയ ചർച്ചയായത് EP ജാവദേക്കർ കൂടിക്കാഴ്ചയായിരുന്നു. ശോഭയെയും അനിൽ ആന്റണിയെയും ലക്ഷ്യമിട്ടുള്ള ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം ശോഭ മെല്ലെ EPയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ആദ്യം സസ്പെൻഡ് ഇട്ട് പിന്നെ EPയുടെ പേര് ശോഭ പറഞ്ഞതോടെ കളിമാറി. K സുരേന്ദ്രനും ചർച്ച സംബന്ധിച്ച് രംഗത്തെത്തി. കൂടിക്കാഴ്ചയിൽ EPയുടെ വെളിപ്പെടുത്തൽ വഴി CPM കടുത്ത വെട്ടിലായി. പക്ഷേ BJPയിലും അമർഷമുണ്ട്. ആളെ എത്തിക്കാൻ സമിതി വൻ തുക ചോദിച്ച് ഇടനിലക്കാർ തുടങ്ങിയ വിവരങ്ങൾ പാർട്ടിക്ക് നേട്ടമല്ല ദോഷമാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ദേശീയ തലത്തിൽ ഇടിവുണ്ടാക്കിയെന്നാണ് ഒരു വിമർശനം. അതിനപ്പുറം ഇനി ആരെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാവുമോ എന്ന പ്രശ്നവും ബാക്കിയാണ്. ചർച്ച നടത്തിയവർ തന്നെ എല്ലാം തുറന്നു പറയുന്നതിലെ വിശ്വാസ്യത പ്രശ്നവും വിമർശകർ ഉന്നയിക്കുന്നു. എന്നാൽ കേരളത്തിൽ എതിർചേരിയിലെ പ്രമുഖർ വരാൻ തയ്യാറായെന്ന വിവരം നല്ല മാറ്റത്തിന്റെ സൂചനയല്ലേ എന്നാണ് നേതൃത്വത്തിന്റെ ചോദ്യം. യുവജനങ്ങളുടെ ഇടയിൽ മതധ്രുവീകരണത്തിനുള്ള വലിയ ശ്രമം നടക്കുന്നതായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ടെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി. കണ്ണൂരിലെ ചെമ്പേരിയിൽ വെച്ച് നടന്ന KCYM യുവജന സംഗമത്തിൽ ഗുഡ്നസ് TVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളുടെ ഇടയിലുള്ള തിന്മയുടെ ശക്തികളെ അവരുടെ ഇടയിൽ നിന്നും വിടുവിക്കുവാനും യുവജനങ്ങൾ സങ്കുചിതരായി തീർന്നാൽ ഒരു നാട് മുഴുവനും സങ്കുചിതത്വത്തിന്റെ അന്ധകാരത്തിൽ പെട്ടുപോകുമെന്നുള്ള സത്യം മനസ്സിൽ സൂക്ഷിക്കുവാനും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. യുവജനങ്ങളുടെ ഇടയിൽ മതധ്രുവീകരണം നടത്താൻ പല സംഘടനകൾ ശ്രമിക്കുന്നതായും അതിനെ ചെറുക്കാൻ മനുഷ്യത്വത്തിന്റെ മഹത്വത്തെ ആഘോഷിക്കുവാനും ജാതിമത വർണ്ണ ഭേദങ്ങൾക്ക് അതീതമായി യുവജനങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ജീവിക്കുവാനും ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ക്രൈസ്തവ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ലെന്നും നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ടെന്നത് തിരിച്ചറിയണമെന്നും പെൺകുട്ടികളെ സംരക്ഷിക്കാൻ സമുദായത്തിനറിയാമെന്നും മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി. യുവജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച് അതിജീവനം സാധ്യമാകുന്നില്ലെന്നും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവജനങ്ങളെ എല്ലാവിധ തിന്മയുടെ കെണികളിൽ നിന്നും വിടുവിക്കുക എന്നുള്ളതാണ്. യുവജനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ഒരുപാട് കഴുകൻ കണ്ണുകളുണ്ട് എന്ന് നമുക്കറിയാം. അത് മദ്യമാകാം, മയക്കുമരുന്നുകളുടെ ഉപയോഗമാകാം. അതിൽ നിന്ന് നമ്മുടെ യുവജനങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ അവർ സുരക്ഷിതരാകുന്നു എന്നുള്ളതാണ് നമ്മൾ കരുതുന്ന ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് യുവജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള വലിയ ശ്രമം ചില നിക്ഷിപ്ത താല്പര്യങ്ങളും ഉള്ള സംഘടനകൾ വഴി നടപ്പിലാകുന്നു എന്ന് കാണുന്നത് കൊണ്ട് മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തെ ആഘോഷിക്കുക, ജാതിമത വർണ്ണ വർഗഭേദങ്ങൾക്ക് അതീതമായി യുവജനങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ്, ചക്രവാളത്തോളം വിശാലമായ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാവുക, അങ്ങനെ വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കാതിരിക്കുക. വർഗീയതയുടെ കലാപവും ഭിന്നതയും ഒരു നാട്ടിലുണ്ടായാൽ അത് ഏറ്റവും ആദ്യം അവിടെ ചവിട്ടിമെതിക്കപ്പെടുന്നത് ക്രിസ്തീയ മൂല്യങ്ങളായിരിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു യുവാവിനും യുവതിക്കും വർഗീയതയുടെ വക്താക്കളാകാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രണയക്കുരുക്കുകളിൽ കെണിയിൽപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അത് വർഗീയതയുടെ കളറ് കൊടുക്കാതെ അത്തരം സാമൂഹിക വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാനും നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും നമ്മുടെ കുട്ടികളെ സജ്ജരാക്കുക, ഇതൊക്കെയാണ് ഈ യുവജന സമ്മേളനത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. തമിഴ്നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ പാകിസ്ഥാൻ യുവതിക്ക് അവയവം ലഭിച്ചത് വഴിവിട്ട സഹായങ്ങളിലൂടെയെന്ന ആരോപണം നിഷേധിച്ച് തമിഴ്നാട്. അവയവം ഇന്ത്യൻ പൗരന്മാർക്ക് ചേരാതെ വരുമ്പോൾ മാത്രമാണ് വിദേശികൾക്ക് അനുവദിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി. പാകിസ്ഥാനിയായ ആയിഷ റാഷനാണ് 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്.
തമിഴ്നാട് അവയവ കച്ചവടം നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് വിശദീകരണം. ജനുവരിയിലാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കറാച്ചി സ്വദേശിനി ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. 2019 ഗുരുതര ഹൃദയ തകരാറുമായി ആയിഷ ചെന്നൈയിലെ ആശുപത്രിയിലെത്തിയത്. ഉടനടി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നായിരുന്നു നിർദ്ദേശം. ഹൃദയത്തിനായി തമിഴ്നാട് ട്രാൻസ്പ്ലാന്റ് അതോറിറ്റിയിൽ വിവരങ്ങൾ സമർപ്പിച്ചു. ഇതിനിടെ ഹൃദയാഘാതമുണ്ടായ പെൺകുട്ടി താൽക്കാലിക ഉപകരണം ഘടിപ്പിച്ചാണ് ജീവൻ നിലനിർത്തിയത്. ഉപകരണത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനുള്ള സംവിധാനം പാകിസ്ഥാനിൽ ഇല്ലാത്തതിനാൽ പെൺകുട്ടി കഴിഞ്ഞ ജൂണിൽ വീണ്ടും ഇന്ത്യയിലെത്തി. ഇതിനിടെ ഡൽഹിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആളിന്റെ ഹൃദയം പെൺകുട്ടിക്ക് യോജിച്ചതാണെന്ന് കണ്ടെത്തി. തുടർന്ന് ശസ്ത്രക്രിയയും നടത്തി. ഇതിനു പിന്നാലെയാണ് വിദ്വേഷ പ്രചാരണം. അവയവ സ്വീകർത്താക്കളെ നിർണയിക്കുന്നത് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണെന്നും ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും തമിഴ്നാട് ട്രാൻസ്പ്ലാന്റ് അതോറിറ്റി സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതേസമയം ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ആയിഷ ആരോഗ്യവതിയാണ്. സ്വകാര്യ ആശുപത്രി ചികിത്സാ ഇളവ് അനുവദിച്ചതോടെയാണ് ശസ്ത്രക്രിയ സാധ്യമായത്. കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് ശേഷം വൈകാതെ പെൺകുട്ടിയും കുടുംബവും പാകിസ്ഥാനിലേക്ക് മടങ്ങും. കൂട്ടായ്മയിലൂന്നിയ സാമുദായിക പ്രവർത്തനം സമൂഹ നന്മയ്ക്ക് ഉപയുക്തമാക്കുമെന്നും ഒറ്റയ്ക്ക് വളരാമെന്ന ചിന്ത ഒരുമിച്ചുള്ള തകർച്ചയിൽ അവസാനിക്കുമെന്നും ചങ്ങനാശ്ശേരി സഹായമെത്രാൻ മാർ തോമസ് തറയിൽ. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതയുടെ 2024-27 പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും പ്രഥമ നിർവാഹക സമിതി യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക വികസനത്തിന്റെ സൂചികയിൽ ക്രൈസ്തവ സമുദായം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും അത് വിസ്മരിക്കുന്ന സമൂഹത്തിലാണ് നാം നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ സന്ദേശം നൽകി. അരുവിത്തുറയിൽ മെയ് 11-12 തീയതികളിൽ നടക്കുന്ന സമുദായ സംഗമത്തിൽ 25,000 അംഗങ്ങൾ പങ്കെടുക്കുമെന്നും ഇത് സമുദായ മുന്നേറ്റത്തിന്റെ വലിയ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, ജാഗ്രതാ സമിതി ഡയറക്ടർ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ, ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴം, ട്രഷറർ ജോസ് ജോൺ വെങ്ങാന്തറ, ഗ്ലോബൽ സമിതി അംഗം രാജേഷ് ജോൺ, ഭാരവാഹികളായ ജേക്കബ് നിക്കോളാസ്, CT തോമസ്, റോസ്ലിൻ കുരുവിള, ജിനോ ജോസഫ്, ജോർജ് കുട്ടി മുക്കത്ത്, ജോബി ചൂരക്കളം, കുഞ്ഞ് കളപ്പുര, ജെസ്സി ആന്റണി, സിസി സെബാസ്റ്റ്യൻ, സേവിയർ തോമസ് കൊണ്ടോടി, സൈബി അക്കര, KS ആന്റണി, സെബാസ്റ്റ്യൻ പുല്ലാട്ടുകാല, PC കുഞ്ഞപ്പൻ, സെബാസ്റ്റ്യൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. സമുദായത്തെ വളർത്തേണ്ടത് സമുദായ നേതാക്കന്മാർ തന്നെയാണ്. ആ ഒരു തലത്തിലേക്ക് സമുദായ നേതാക്കന്മാർ വളരണം എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ നേതാക്കന്മാരെ വളർത്തുന്നില്ല, അന്മാരെ വളർത്തുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഒരു കാര്യം വരുമ്പോൾ എത്ര പേര് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു TV ചർച്ചയ്ക്ക് പോയിട്ട്, ചാനൽ ചർച്ചയ്ക്ക് പോയിട്ട് രണ്ടു വാക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് എത്ര പേര് തയ്യാറാണ്? പലരും പറയും നമ്മുടെ ചാനൽ ചർച്ചയ്ക്ക് കൊള്ളാവുന്നവരെ ഉള്ള പിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചു. നമ്മുടെയൊക്കെ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന വലിയ മിടുമിടുക്കന്മാരായ പ്രൊഫസർമാരോടൊക്കെ നമ്മൾ ചോദിക്കും, പോകാവോ? ഞങ്ങൾക്ക് പിതാവ്. കാരണം വെറുതെ പോയി എന്നിട്ട് ഈ കത്തോലിക്ക സമുദായം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളവിടെ പോയി ചീത്ത എത്തുന്നത് വേണ്ട. ഒറ്റയ്ക്ക് വളർന്നാൽ ഒരുമിച്ച് തളർന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത്. നമുക്ക് അത് ഓരോ വ്യക്തിയെ നമുക്ക് കുറ്റപ്പെടുത്താനില്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു അവബോധം വളരണം. അതിന് എനിക്ക് തോന്നുന്നു ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് ബോധവൽക്കരണം കൊടുക്കണം. സുൽത്താൻപേട്ട രൂപത സ്ഥാപിതമായതിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് കൃതജ്ഞതാ ദിവ്യബലിയും ദിവ്യകാരുണ്യ കോൺഗ്രസും പാലക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ കത്തീഡ്രൽ അങ്കണത്തിൽ നടന്നു. ഉച്ചതിരിഞ്ഞ് 3:30 രൂപതാ മെത്രാൻ ഡോക്ടർ അന്തോണി സാമി പീറ്റർ അബീർ പിതാവിന്റെ നേതൃത്വത്തിൽ കൃതജ്ഞതാ ദിവ്യബലിയും തുടർന്ന് പാലക്കാട് നഗരത്തിലൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി. രൂപതയിലെ എല്ലാ വൈദികരും സന്യാസിനികളും അതോടൊപ്പം രൂപതയിലെ 30ഓളം ഇടവകകളിൽ നിന്നുമായി 1500ഓളം വിശ്വാസികളും പങ്കെടുത്തു. രൂപതയുടെ നവീകരിച്ച ഡയറക്ടറി പീറ്റർ അബീർ പിതാവ് പ്രകാശനം ചെയ്തു. 2014 ഫ്രാൻസിസ് പാപ്പയുടെ ആദ് പെർപെത്തും ചെയ് മെമ്മോറിയാം എന്ന കൽപ്പന വഴിയാണ് സുൽത്താൻപേട്ട് രൂപത സ്ഥാപിക്കപ്പെടുന്നത്. 30ഓളം ഇടവകകളിലായി 50,000ഓളം വിശ്വാസികളാണ് രൂപതയിലുള്ളത്. തമിഴകത്തിലെ ദിണ്ടുകൾ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവരുടെ കുടിയേറ്റത്തോടു കൂടിയാണ് പാലക്കാട് ആദ്യമായി ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടത്. കൽപ്പാത്തിപ്പുഴയുടെ വടക്ക് ഭാഗത്തായി ജ്ഞാനപ്പാളയം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടത്. പിന്നീട് ഈശോ സഭ വൈദികനായിരുന്ന ഫ്രാൻസിസ്കോ സവേരിയോ പവോനിയുടെ നേതൃത്വത്തിൽ രാമശ്ശേരിക്കടുത്ത് പെരിയ കോവിൽ പാളയത്ത് ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം നിലവിൽ വന്നു. അവിടെ നിന്നും
വടക്കഞ്ചേരി, പെരുങ്കുളം, അത്തിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിലും പുതിയ ക്രൈസ്തവ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. 1643 മുതൽ 1783 വരെ പാലക്കാട് പ്രദേശം ഈശോ സഭ വൈദികരുടെ മേൽനോട്ടത്തിലായിരുന്നു. 1783 മുതൽ 1940 വരെ പാരീസ് മിഷൻ വൈദികരാണ് ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ വളർത്തിയെടുത്തത്. 1940 മുതൽ കോയമ്പത്തൂർ രൂപതയുടെ കീഴിൽ തദ്ദേശീയ മെത്രാന്മാരുടെയും 1923 മുതൽ വെള്ളുവനാട് പ്രദേശം കോഴിക്കോട് രൂപതയുടെ കീഴിലും ആയിരുന്നു. US ക്യാമ്പസുകളിലെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ശക്തമാവുന്നു. ശനിയാഴ്ച മാത്രം 4 ക്യാമ്പസുകളിൽ നിന്നായി 275ഓളം പ്രക്ഷോഭകരെയാണ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 18 മുതൽ 800-ലേറെ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടെന്നാണ് വിവരം. ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 100 പേരും സെന്റ് ലൂയിസിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 80 പേരും അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 72 പേരും ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 23 പേരുമാണ് ശനിയാഴ്ച അറസ്റ്റിലായത്. ലോസ് ആഞ്ചലസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഇസ്രായേൽ പലസ്തീൻ അനുകൂലികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഹാർവേഡ് സർവകലാശാലയിലെ പ്രക്ഷോഭകർ അമേരിക്കൻ പതാക മാത്രം ഉയർത്താൻ മാറ്റിവെച്ചെടുത്ത് പാലസ്തീൻ പതാക ഉയർത്തുകയായിരുന്നു. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നറിന്റെ വേദിയായ വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലും പ്രക്ഷോഭകർ കൂറ്റൻ പാലസ്തീൻ പതാക ഉയർത്തിയിരുന്നു. പ്രക്ഷോഭങ്ങൾ സമാധാനപരമായിരിക്കണമെന്ന് വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു. കൊളംബിയ സർവകലാശാലയിൽ 100ഓളം വിദ്യാർത്ഥികളാണ് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇസ്രായേലുമായുള്ള എല്ലാ ഇടപാടുകളും സർവകലാശാലകൾ റദ്ദാക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രക്ഷോഭകർ ഉന്നയിക്കുന്നത്. കത്തുന്ന പകൽ ചൂടിന്റെ പിടിയിലമർന്ന് കേരളം വെന്തുരുകുമ്പോൾ പാലക്കാട് ജില്ലയിൽ 3-ാം ദിവസവും ഉഷ്ണതരംഗം അനുഭവപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശനിയാഴ്ചയും പാലക്കാട് ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ തീവെയിൽ പെയ്യുന്ന ഉഷ്ണതരംഗം അനുഭവപ്പെട്ടതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സ്ഥിരീകരണം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്നലെ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ട ഏറ്റവും കൂടിയ പകൽ താപനില 41.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. വരും ദിവസങ്ങളിൽ ജില്ലയിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഇന്നലെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കടുത്ത ചൂട് അനുഭവപ്പെട്ടത് മങ്കരയിലാണ്, 44.5 ഡിഗ്രി സെൽഷ്യസ്. ഇതിനു പുറമെ മറ്റ് 8 സ്ഥലങ്ങളിൽ കൂടി ഇന്നലെ താപനില 40 ഡിഗ്രി സെൽഷ്യസിനു മുകളിലെത്തി. കൊല്ലങ്കോട് 43.3 ഡിഗ്രിയും പോത്തുണ്ടിയിൽ 42.8 ഡിഗ്രിയും മലമ്പുഴയിൽ 42.7 ഡിഗ്രിയും വന്നമടയിൽ 42.4 ഡിഗ്രിയും ഒറ്റപ്പാലത്ത് 42 ഡിഗ്രിയും മംഗളം ഡാം പരിസരത്ത് 41.8 ഡിഗ്രിയും മണ്ണാർക്കാട്ട് 41.2 ഡിഗ്രിയും അടയ്ക്കാപ്പുതൂരിൽ 40.7 ഡിഗ്രിയും ചൂടാണ് രേഖപ്പെടുത്തിയത്. പാലക്കാടിന് പുറമെ ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിൽ 40.7 ഡിഗ്രിയും വെള്ളത്തൂവലിൽ 40.2 ഡിഗ്രിയും കണ്ണൂർ ജില്ലയിലെ ആറളത്ത് 40.0 ഡിഗ്രിയും അയ്യങ്കുന്നിൽ 40.2 ഡിഗ്രിയും കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിൽ 41.6 ഡിഗ്രിയും കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്ത് 40.1 ഡിഗ്രിയും തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിൽ 41.7 ഡിഗ്രിയും ചൂട് അനുഭവപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വേനൽ മഴ ദുർബലമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത ചൂട് വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.